അങ്ങനെ കാത്തിരുന്ന് ക്രിസ്മസ് ടൈമായി. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ആൻഡ് ചിക്കൻ റോസ്റ്റ് ആണ് ഡിന്നർ മെനു. ക്രിസ്മസ് ആവാൻ ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാൻ അധികം അവസരങ്ങൾ കിട്ടൂല. കിട്ടുന്ന അവസരങ്ങളൊക്കെ കളറാക്കണ്ടേ. അരിപ്പൊടി കൊണ്ട് ഈസി ആയിട്ട് ഒരു ഇൻസ്റ്റന്റ് വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. ചെറു ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച മാവ് ടപ്പേന്ന് റെഡിയായി കിട്ടും. ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് കൂടാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടെ വേണം, ക്ഷമ. സവാള വഴറ്റുമ്പോൾ ഇച്ചിരി സമയം എടുത്ത് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയിട്ട് വേണം പൊടികളും ചിക്കനും ഒക്കെ ചേർക്കാൻ. ചിക്കനും കൂടെ വെന്ത് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വിതറി ചെറു ചൂടിൽ വരട്ടി എടുത്ത നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി. വട്ടയപ്പം ചിക്കൻ എന്നല്ല, ആനമുട്ട പുഴുങ്ങിയതുണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ ചോദിക്കും, അയ്യോ അപ്പൊ സാലഡ് ഒന്നും ഇല്ലേന്ന്. അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ലെറ്റസും ടൊമാറ്റോയും ക്യുക്കമ്പറും ഒനിയനും ബെൽ പെപ്പറും ഹെർബ്സും ഒക്കെ ചേർന്നൊരു സിമ്പിൾ സാലഡ്, കൂടെ ലെമൺ ജ്യൂസും ഗാർലിക്കും വിനെഗറും ഒലിവ് ഓയിലൊക്കെ ചേർന്ന് ചോക്ലേറ്റ് നിറമുള്ള ഒരു ഡ്രസ്സിങ്ങും. 1.5 മണിക്കൂർ കൊണ്ട് വട്ടയപ്പത്തിന്റെ മാവ് റെഡി. ചിക്കൻ റോസ്റ്റിന്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് ചെറിയ മധുരത്തിൽ നല്ല സോഫ്റ്റ് വട്ടയപ്പം. ചില സമയത്തൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടല്ലേ പുതിയ ഐഡിയ ഒക്കെ വരുന്നത്. വട്ടയപ്പത്തിന്റെ ബാക്കി മാവ് കൊണ്ട് കുറച്ച് അപ്പം ചുട്ടെടുത്തു, അതും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഇളം ചൂടുള്ള മുൾഡവീനൊക്കെ ആയിട്ട് കുറച്ചു നേരം ആ വൈബൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് കളറാവട്ടെ.